ഷിരൂരിൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങാൻ പോകുന്നു. ഈശ്വർ മാൽപേ ഗംഗാ വലിപ്പുഴയുടെ ആഴത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഇപ്പോൾ അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ഈശ്വർ മാൽപേ വള്ളത്തിലേക്ക് കയറുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യം അദ്ദേഹം ആരംഭിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ജില്ലാ കളക്ടർ എത്തിയോ അതോ കളക്ടറെ കാത്തു നിൽക്കാതെ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങുകയാണോ? SK ജില്ലാ കളക്ടർ എത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ എത്തിയതിനു ശേഷം മാത്രമേ ഇറങ്ങാവൂ എന്ന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ജില്ലാ കളക്ടർ എത്താൻ ഇനി കാത്തിരിക്കാൻ കഴിയില്ല എന്ന് ഈശ്വർ മാൽപേ വ്യക്തമാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഈശ്വർ മാൽപേ നിലവിൽ ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങുകയാണ്. അതിനുവേണ്ടിയുള്ള അവസാനഘട്ട ഒരുക്കങ്ങൾ മാത്രമാണ് ഇനി. ഇപ്പോൾ പുഴയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. അവിടെ ഒരു തോണി മാത്രമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഈ ജില്ലാ കളക്ടർ എത്താത്തത് കൊണ്ടാണോ എന്നറിയില്ല. നിലവിൽ SDRFന്റെയോ NDRFന്റെയോ സംഘം അവർക്ക് നേരത്തെ ഇവിടെ ഇതിന് സഹായത്തിനെത്തും എന്ന് പറഞ്ഞ് അവർ നേരത്തെ തന്നെ ഇവിടെ എത്തിയതാണ്. പക്ഷേ അവർ ഒന്നും ഈ നിലവിൽ ഇപ്പോൾ പുഴയിലോട്ട് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഈശ്വർ മാൽപേ മാത്രമാണ് നിലവിലുള്ള ഒരു മോട്ടോർ ഘടിപ്പിച്ച ഒരു തോണി മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവിടെ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം തെരച്ചിൽ ആരംഭിക്കും. നിലവിൽ ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ അനിശ്ചിതത്വം ഉണ്ടാകുന്നതെന്ന് സംബന്ധിച്ച് നമുക്കും ഒരു വ്യക്തതയില്ല. മാധ്യമപ്രവർത്തകരെ അല്പസമയം മുമ്പ് ആ ദൗത്യ മേഖലയിൽ നിന്നും മാറ്റിയിരുന്നു. അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ ഇപ്പോൾ കുറച്ചുകൂടി മാറ്റി ബാരിക്കേഡ് കെട്ടിയാണ് നിലവിലിപ്പോൾ മാധ്യമപ്രവർത്തകരെ അവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അതിനുശേഷം ജില്ലാ കളക്ടർ വരുന്നതിന് വേണ്ടി ഈശ്വർ മാൽപേ അല്പസമയം കാത്തിരുന്നു. പക്ഷേ അതിനുശേഷവും ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ വന്നാൽ മാത്രമേ ഈ ദൗത്യം ആരംഭിക്കാവൂ എന്ന നിർദ്ദേശം നൽകിയത് കൊണ്ടാണോ NDRFന്റെയും SDRFന്റെയും ഒന്നും സംഘം ഇവിടെ എത്തിയ സംഘം പോലും പുഴയിലേക്ക് ഇറങ്ങാത്തത് എന്ന കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് അല്പസമയത്തിനകം നമ്മൾ കുറച്ചു മാറിയാണുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന സ്പോട്ടിലല്ല. ഈശ്വർ മാൽപേ അല്പസമയത്തിനകം തന്നെ ഈ തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അതായത് മാൽപേ സംഘത്തിലുള്ള ആൾക്കാരും ഒരു ബോട്ടും മാത്രമാണ് നിലവിൽ ഇപ്പോൾ അവിടെ ഉള്ളത്. പക്ഷേ ഈശ്വർ മാൽപേ എന്തായാലും തെരച്ചിലിൽ ഇറങ്ങുകയാണ്. അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇത്രയും അനുകൂലമായിട്ടുള്ള സാഹചര്യം ഇനി വേറെ ഉണ്ടാവില്ല. കാരണം അടിയൊഴുക്ക് വളരെ കുറവാണ്. രാവിലെ ചെറിയൊരു മൂടിയ SK ഇപ്പോൾ ഇതാ നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം എന്ന് കരുതുന്നു. ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കരയോട് ചേർന്ന ഭാഗത്ത് ഒരു മോട്ടോർ ഘടിപ്പിച്ച ഒരു തോണിയുണ്ട്. തോണിയുടെ തൊട്ടരികിലായി നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപേ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. തെരച്ചിൽ ആരംഭിക്കുകയാണ്. SKN നമുക്ക് തെരച്ചിൽ ആരംഭിക്കുകയാണ്. അദ്ദേഹം പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞു. നേരത്തെ ജില്ലാ കളക്ടറെ ഒന്നും കാത്തിരുന്നില്ല. അദ്ദേഹം നിലവിൽ ഇപ്പോൾ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ സജ്ജീകരണം അദ്ദേഹം ഈ ഓക്സിജൻ സിലിണ്ടർ ഉൾപ്പെടെ ഘടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ് ഉൾപ്പെടെ ധരിച്ചുകൊണ്ട് അദ്ദേഹം നേരത്തെ തന്നെ തയ്യാറായി നിന്നതാണ്. അല്പം അനിശ്ചിതത്വം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. പോലീസ് നൽകിയ സമയം പോലീസ് അതിനു മുമ്പ് തെരച്ചിൽ നടത്താൻ പാടില്ലെന്നൊരു നിർദ്ദേശം നൽകി. അതിനുശേഷം ജില്ലാ കളക്ടർ വരണം, ജില്ലാ കളക്ടർ വരുന്നവരെ കാത്തിരിക്കണമെന്ന നിർദ്ദേശം നൽകി. എന്നാൽ ജില്ലാ കളക്ടർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇവിടെ സമീപത്ത് തന്നെ ഉണ്ട് എന്ന് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ജില്ലാ കളക്ടർ വരുന്നവരെ നിലവിൽ ഇപ്പോൾ എന്തായാലും അവർ കാത്തിരുന്നിട്ടില്ല. പക്ഷേ SDRF ഉൾപ്പെടെയുള്ള സംഘം നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപേക്കൊപ്പം ചേരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എന്തായാലും അവർ ഇവിടെ എന്തായാലും നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപേ തെരച്ചിൽ ഇറങ്ങുന്ന സ്ഥലത്ത് SDRFന്റെയോ അല്ലെങ്കിൽ NDRFന്റെയോ സംഘങ്ങളുടെ സാന്നിധ്യമില്ല. അവരുടെ ബോട്ടുകളൊന്നും എത്തിയിട്ടില്ല. പക്ഷേ അവർ കുറച്ചുകൂടി അകലെയാണ്. പുഴയുടെ മറ്റൊരു വശത്താണ് അവർ വിന്യസിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്തെങ്കിലും തടസ്സം നിലവിലിപ്പോൾ ഈ കളക്ടർ ഉൾപ്പെടെ വരാത്തത് കൊണ്ട് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന കാര്യത്തിലും നമുക്കൊരു അല്പസമയത്തിനകം ഒരു വ്യക്തത ലഭിക്കും. എന്തായാലും ഈശ്വർ മാൽപേ ഈ രണ്ടാം ദിനത്തിലും ഇപ്പോൾ തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ അദ്ദേഹം പുഴയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്നലെ നമുക്കറിയാം ഉച്ചയ്ക്ക് ശേഷമാണ് അദ്ദേഹം തെരച്ചിൽ നടത്തി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ബോട്ട് കൂടി, അതായത് മത്സ്യത്തൊഴിലാളികളുടെ ഒരു ബോട്ട് കൂടി, ഒരു മോട്ടോർ ഘടിപ്പിച്ച ഒരു ബോട്ട് കൂടി നിലവിൽ ഇപ്പോൾ ഈ ദൗത്യ മേഖലയിലേക്ക് വരുന്നുണ്ട്. നിലവിലിപ്പോൾ ഈശ്വർ മാൽപേ തെരച്ചിൽ ആരംഭിക്കുന്ന ഈ സ്ഥലത്തേക്ക് ഒരു ബോട്ട് കൂടി വന്നിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും നിലവിൽ ഇപ്പോൾ അദ്ദേഹം തെരച്ചിൽ ആരംഭിക്കുന്ന സ്ഥലത്ത്
വിന്യസിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും പുഴയിലാണുള്ളത്. അദ്ദേഹത്തിൻ്റെ മാൽപ്പേ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് സംഘാംഗങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സമീപത്തുള്ളതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തിരച്ചിൽ അദ്ദേഹം തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹം പുഴയിൽ തന്നെയാണ് നിലവിലുള്ളത്. NDRFിൻ്റെയും SDRFിൻ്റെയും സംഘം ഇങ്ങോട്ട് എത്തും. അദ്ദേഹത്തിൻ്റെ തെരച്ചിലിൻ്റെ ഭാഗമായി ദൗത്യത്തിൻ്റെ ഭാഗമാകുമെന്ന് തന്നെ നമുക്കിപ്പോൾ നിലവിൽ പ്രതീക്ഷിക്കാം. അവർ അവരുടെ ഡെങ്കി ബോട്ടുകളെല്ലാം ഉപയോഗിച്ച് പുഴയുടെ മറ്റൊരു വശത്താണ് ഉള്ളത്. അവർ ഈ ഈശ്വർ മാൽപ്പെ കുറച്ചും കൂടി ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അവർ ഈ സപ്പോർട്ട് എന്ന നിലയിൽ അവർ നേരത്തെ ഡൈവ് ചെയ്യില്ല എന്നതാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. ഈശ്വർ മാൽപ്പെ അവരോട് സംസാരിച്ചിരുന്നു, അവർ ഡൈവ് ചെയ്യില്ല എന്തായാലും. പക്ഷേ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും അല്ലെങ്കിൽ എല്ലാ സപ്പോർട്ടുകളും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ആദ്യഘട്ടത്തിൽ നാവികസേനയുടെ അംഗങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ട് എത്തുമെന്ന് അറിയിച്ചെങ്കിലും ജില്ലാ കളക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതുവരെ നാവികസേനയുടെ എന്തെങ്കിലും ഒരു നിരീക്ഷണം ഇവിടെ ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കില്ല. പോലീസിൻ്റെ വലിയ വിന്യാസം ഇവിടെ ഉണ്ട്. പോലീസ് നിലവിലിപ്പോൾ കൂടുതൽ പോലീസ് സംഘങ്ങളെയൊക്കെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് നാവികസേനയുടെ സംഘമൊന്നും നിലവിൽ ഇവിടെ എത്തിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈശ്വർ മാൽപ്പെ ഒരു കമ്പി ഉപയോഗിച്ച് ഈ പുഴയിൽ കുത്തി പരിശോധിക്കുകയാണ്. പുഴയുടെ അടിത്തട്ടിൽ അത്തരത്തിലുള്ള പരിശോധനകൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതൊരു പ്രാഥമിക പരിശോധന മാത്രമാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഡൈവ് ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് പോവുക. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നമുക്ക് ഒരു കമ്പി കാണാം. അത് ഉപയോഗിച്ചാണ് അദ്ദേഹം അത് ഈ പുഴയുടെ അടിത്തട്ടിലെ പരിശോധനക്കായി ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം. അത് ഉപയോഗിച്ച് അടിത്തട്ടിൽ ഇങ്ങനെ പരിശോധന നടത്തും. അതിനുശേഷം അദ്ദേഹത്തിന് സംശയം തോന്നുന്ന ഇടങ്ങളിലേക്കായിരിക്കും അദ്ദേഹം ഡൈവ് ചെയ്യുക. SK നേരത്തെ തന്നെ വ്യക്തമാക്കിയതുപോലെ 4 സ്പോട്ടുകളാണുള്ളത്. 4 സ്പോട്ടുകളെ സംബന്ധിച്ച് നമുക്കറിയാം. നേരത്തെ ഈ റഡാർ ഡ്രോൺ പരിശോധനകളിലൊക്കെ കണ്ടെത്തിയിട്ടുള്ള SK ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം പുഴയിൽ ഇപ്പോൾ ആദ്യ ഡൈവ് നടത്തിയിരിക്കുകയാണ്. അദ്ദേഹം മുങ്ങിയിരിക്കുകയാണ്. അതായത് കരയോട് ചേർന്ന തൊട്ടടുത്തുള്ള മേഖലയിൽ, അതായത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ഒരു ആദ്യ സ്പോട്ടുണ്ട് SK. 4 സ്പോട്ടുകളിൽ ഒന്നാണത്. അത് നേരത്തെ നമ്മൾ ഈ അതായത് ലോറിയുടെ വീൽ ജാക്ക് കിട്ടിയ അതേ കൃത്യമായ പോയിന്റ് അല്ല, പക്ഷെ കരയോട് ചേർന്ന ആ സ്പോട്ടിന് സമീപത്തുള്ള ഒരു ഏരിയയിലാണ് നിലവിലിപ്പോൾ ഈശ്വർ മാൽപ്പെ തെരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ ആദ്യ ഡൈവ് നടത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അദ്ദേഹം ആദ്യ ഡൈവ് നടത്തിയിരിക്കുന്നു. അതിനുശേഷം, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ആരെയും ഔദ്യോഗിക സംവിധാനങ്ങളെ ഒന്നും അദ്ദേഹം കാത്തിരുന്നില്ല. അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തുക. നിലവിലുള്ള അടിയൊഴുക്ക് വളരെ കുറവാണ്. മഴ മാറി. അരുൺ പൂപ്പറമ്പ്, ഇപ്പോൾ കുറച്ചധികം ദിവസങ്ങൾ ഷിരൂരിൽ ഉണ്ടായിരുന്ന നമ്മുടെ വാർത്താ പ്രതിനിധി ആഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നു. ആഷ്മി, ഗുഡ് മോർണിംഗ്. ആഷ്മി, എനിക്കറിയാം കുറേ അധികം ദിവസങ്ങൾ രാപ്പകൽ ഭേദമന്യേ താങ്കൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ തെരച്ചിലൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും അടുത്ത ദൗത്യം അദ്ദേഹം ഈശ്വർ മാൽപ്പെ ആരംഭിച്ചിരിക്കുന്നു. അദ്ദേഹം നദിയുടെ അഗാധത്തിലേക്ക് പോയി കഴിഞ്ഞു. ഈ പുഴയുടെ അഗാധങ്ങളിൽ നിന്ന് അർജുനെക്കുറിച്ചുള്ള എന്തെങ്കിലും വിവരം തേടി അദ്ദേഹം മടങ്ങി വരുമെന്ന വിശ്വാസത്തിലാണ് അർജുൻ്റെ കുടുംബം കോഴിക്കോട്ട്. ഈ അവസരത്തിൽ താങ്കൾക്ക് താങ്കളുടെ അനുഭവ സാക്ഷ്യങ്ങൾ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കെ എന്തൊക്കെയാണ് പറയാനുള്ളത്? SK ഉറപ്പായും നമ്മൾ അന്ന് ആ ദിവസങ്ങളിൽ പോയി കണ്ട കാഴ്ച ആ ഗംഗാവലി പുഴയല്ല, ആ കാലാവസ്ഥയല്ല, ആ പ്രകൃതിയല്ല. ഗംഗാവലി അവിശ്വസനീയമാവും ശാന്തമായിരിക്കും. അന്ന് അവിടെ പോയ നമ്മൾക്ക് ഈ ഗംഗാവലി ഇത്തരത്തിൽ ശാന്തമാകുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാര്യം അത്രത്തോളം വലിയ കുത്തൊഴുക്കൽ, ഒരുപക്ഷെ കടൽ തിര പോലെയൊക്കെയുള്ള വലിയ കുത്തൊഴുക്ക് അവിടെ ഉണ്ടായിരുന്നതാണ്. ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധാരണ കാലത്ത് കാണുന്ന സാധാരണ പുഴ പോലെ, ഒരു പാവം പുഴ പോലെ ശാന്തമായി അത് ഒഴുകുന്നു. അതുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയുടെ ദൗത്യം വിജയിക്കും എന്ന് തന്നെ വേണം SK ഇന്ന് കരുതാൻ. കാരണം ഇന്നലെ അദ്ദേഹം ഇറങ്ങുമ്പോഴേക്കും ഈ വാഹനത്തിൻ്റെ ചില ഭാഗങ്ങൾ, ജാക്കി അടക്കമുള്ള ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈശ്വർ മാൽപ്പ പറയുകയാണ് അവിടെ ഒരു പുഴയുടെ മുകൾ തട്ടിൽ ഒരു എണ്ണപ്പാട പോലെ കാണുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ലോറിയിൽ നിന്നോ ടാങ്കറിൽ നിന്നോ SK അവിടെ ഒരു ടാങ്കറിന് ഒരു എണ്ണ ടാങ്കറിൻ്റെ ബാക്കിലത്തെ ആ ക്യാപ്സൂൾ എന്ന് പറയുന്ന ഭാഗം കൂടി അതിന് അടിയിലുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. SK നമുക്കറിയാം ഈ മൂന്ന് വലിയ ലോകഭാഗങ്ങൾ എന്നുള്ളതാണ് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായത്. ആ മേഖലയിലേക്ക് ഇപ്പോൾ ഇറങ്ങുകയാണ്. അവിടെ ഇത്തരത്തിൽ തെളിവെള്ളം പോലെ ഒഴുകുന്നു SK. അതിനർത്ഥം അതിന് താഴെയുള്ള മണ്ണിൻ്റെ അംശം ഒരുപാട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ അവിടെ നിൽക്കുമ്പോൾ, ആ ദിവസങ്ങളിൽ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇങ്ങനെ ആ വെള്ളത്തിന് മണ്ണിൻ്റെ നിറമായിരുന്നു.
ഈ ചെളിവെള്ളത്തിൻ്റെ നിറമായി നമ്മളവിടെ കണ്ടത്. പക്ഷേ ഇതാ ഇപ്പോൾ ഈ നദിയിലേക്ക് നോക്കിയാൽ, പുഴയിലേക്ക് നോക്കിയാൽ അത് നല്ല തെളിഞ്ഞ് ഏതാണ്ട് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയാവുന്ന രീതിയിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ താഴത്തെ ആ മണ്ണൊക്കെ ആ സമയത്ത് അതിഭീകരമായ ഒഴുക്കായിരുന്നു. ആ ഒഴുക്കിൽ താഴത്തെ കുറേ അധികം മണ്ണ്, ടൺ കണക്കിന് മണ്ണ്, ലോഡ് കണക്കിന് മണ്ണ് അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ അത്രയും മണ്ണൊക്കെ കുറച്ചൊക്കെ ഒഴുകിപ്പോയിട്ടുണ്ടാവണം. അങ്ങനെയാണ് അതുകൊണ്ട് കൂടിയാവണമല്ലോ എസ്കേനി നമ്മുടെ ഈ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന ഭാഗമെന്ന് പറയുന്നത് ജാക്കി പുറത്ത് അങ്ങനെ ഈശ്വർ മാൽപ്പയ്ക്ക് എടുക്കാൻ പരുവത്തിന് കാണണമെങ്കിൽ ആ മണ്ണൊക്കെ കുറേയധികം പോയിട്ടുണ്ടാവണം. അപ്പോൾ എന്തുകൊണ്ടും ഈശ്വർ മാൽപ്പയുടെ ഇന്നത്തെ ഈ ദൗത്യം വലിയ പ്രതീക്ഷയാണ്. മാത്രമല്ല മാൽപ്പെ നമ്മളോട് രാവിലെ മോർണിംഗ് ഷോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, കേരള മക്കൾക്ക് നൽകുന്ന വാക്കാണ്. അത് അർജുൻ്റെ കുടുംബത്തിന് മാത്രമല്ല കേരള മക്കൾക്ക് നൽകുന്ന വാക്കാണെന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞിരുന്നു. ആ വാക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ആ വെള്ളം തെളിവെള്ളമായി ഒഴുകുന്നു. 8:30 ഇന്ന് ദൗത്യം തുടങ്ങുമെന്നാണ് അറിഞ്ഞിരുന്നത്. 8:30 ദൗത്യം തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ 10 മണി, 1.5 മണിക്കൂറാവുന്നു. അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എത്രയും നേരത്തെ തുടങ്ങുക എന്നുള്ളതാണല്ലോ പ്രധാനം. അപ്പോൾ പക്ഷേ 8:30 തുടങ്ങാൻ കഴിഞ്ഞില്ല. അതിന് കാരണം ഈശ്വർ മാൽപ്പെ ജില്ലാ കളക്ടറുടെ വരവിന് വേണ്ടി കാത്തു നിന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടർ എന്തുകൊണ്ടാണ് എത്താൻ വൈകിയത് എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇനി കളക്ടർ ഇതിനോടകം എത്തിയിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും കളക്ടറുടെ അനുമതി തേടിയിരിക്കുകയായിരുന്നു. 8 മുതൽ 10 വരെ ഈശ്വർ മാൽപ്പെ. അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത നമുക്ക് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അവിടെ ഒന്ന് തമ്പടിച്ച് ഇതിനോടകം തന്നെ ഇതിനു മുമ്പും ഒരു തവണ അദ്ദേഹം അവിടെ ഒന്നല്ല 2 തവണ അദ്ദേഹം അവിടെ വന്നു. പക്ഷേ ഡൈവ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല അന്ന് ജില്ലാ ഭരണകൂടം. ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവിടെ വന്ന് ഞാൻ ഇറങ്ങും എന്ന് വാശി പിടിക്കുന്ന സമയത്ത് FIR ഇടും എന്നൊക്കെ പേടിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ വിഷയത്തിൽ ഒരുപക്ഷെ ജില്ലാ ഭരണകൂടത്തിനോ സംസ്ഥാന സർക്കാരിനോ ഉള്ളതിനേക്കാൾ കൂടുതൽ വലിയ പ്രതിബദ്ധത ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ഒറ്റയാൻ, ദ അക്വാമാൻ ഓഫ് കർണാടക എന്നൊക്കെ അറിയപ്പെടുന്ന ഏത് ആഴപ്പുഴയിലും ഇറങ്ങി തിരച്ചിൽ നടത്തിയ ഒരുപാട് മൃതദേഹങ്ങളും ഒരുപാട് പേരെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ആ ടീമിനെ പറ്റി, മാൽപ്പെ ടീമിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അദ്ദേഹം മലയാളത്തോട്, കേരളത്തോടുള്ള അദ്ദേഹത്തിൻ്റെ വലിയ സ്നേഹം ഈ ദിവസങ്ങൾ അദ്ദേഹം പ്രകടമാക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വർ മാൽപ്പെ അവിടെ വന്ന് അല്പസമയം മുൻപാണ് അവിടെ ഇറങ്ങിയത്. ഡൈവിങ്ങിലേക്ക് തന്നെ പോവുകയാണോ അതോ ആദ്യഘട്ടത്തിൽ പുഴയുടെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണെന്ന് നോക്കുകയാണോ ഒന്നും അറിയില്ല. 3 നോട്ട് എന്നുള്ളതിലേക്ക് താന്നിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ പുഴയിലൊക്കെ കാണുന്ന പോലെയുള്ള 2 to 3 നോട്ട് എന്ന് പറയുന്ന നാവികസേനാ സംഘത്തിനൊക്കെ ഇറങ്ങാൻ കഴിയുന്ന 2 to 3 നോട്ട് എന്ന നിരക്കിലേക്ക് പുഴയുടെ കുത്തൊഴുക്ക് എത്തിയിരുന്നു. അത് വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്ന കാര്യം തന്നെയാണ്. നമുക്കറിയില്ല അവിടുന്ന് നമുക്ക് ഇനിയും ആ അർജുനെ ജീവനോടെ കിട്ടുമോ. അത് ഏതാണ്ട് തുലവും 99.99% അത്തരത്തിലുള്ള അത്ഭുതങ്ങൾക്ക് പ്രതീക്ഷ എന്തായാലും ഇല്ല. കാത്തിരുന്നാണ് അല്പസമയത്തിനകം ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിൻ്റെ ഡൈവിങ്ങിലേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനൊപ്പമുള്ള 3 അംഗ സംഘമുണ്ട്. അവരിപ്പോൾ ഡൈവ് ചെയ്യുന്നില്ല. ഉച്ചയോടുകൂടിയാണ് ഈശ്വർ മാൽപ്പയുടെ സംഘത്തിലുള്ള അതിവിദഗ്ധരായ തെരച്ചിൽ സംഘം അങ്ങോട്ടേക്ക് ഇറങ്ങുക. അതിനു മുമ്പ് തന്നെ ഈശ്വർ മാൽപ്പയ്ക്ക് തന്നെ എന്തെങ്കിലും ആ പുഴയുടെ അടിത്തട്ടിൽ കണ്ടെത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതിനിടയിലാണ് മാധ്യമങ്ങളെ അവിടെ ഒന്ന് മാറ്റുന്നതൊക്കെ. പോലീസിൻ്റെ ഒരു ഷോ ഓഫ് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ മാധ്യമങ്ങൾ അവിടെ നിൽക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം എന്നറിയില്ല. ഇപ്പോൾ ചില പ്രേക്ഷകരൊക്കെ അവരുടെ ദൗത്യത്തിന് തടസ്സം നിൽക്കാതെ മാറി നിൽക്കൂ എന്നൊക്കെ പറയുന്ന ചില പ്രേക്ഷകരെ കണ്ടു. അവർക്കത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അവരുടെ ദൗത്യത്തിന് നമ്മൾ തടസ്സം നിൽക്കുന്നില്ല എന്ന് മാത്രമല്ല, ജില്ലാ ഭരണകൂടമോ ജില്ലാ SP ഒക്കെ എത്തുന്നതിന് മുൻപ് തന്നെ മാൽപ്പെ സംഘത്തോടൊപ്പം മാധ്യമങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ ഇറങ്ങി തിരയുന്നത് പുഴയിലാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ മാധ്യമങ്ങളവിടെ തടസ്സം നിൽക്കുന്നവരല്ല. നേരത്തെ ഇതിലും വലിയ കൊടുമ്പിരി കൊണ്ട തിരച്ചിൽ നടന്ന സമയത്തും നമ്മളവിടെ പോയതാണ്. ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടായെന്നവർ പറഞ്ഞിട്ടില്ല. പിന്നെ പോലീസിൻ്റെ തീരുമാനമാണ്, നമുക്കതിനോട് അനുസരിക്കാനേ നിവൃത്തിയുള്ളൂ.